യമൻ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് സൗദിയുടെ കൈത്താങ്ങ്. $3 കോടി സഹായം പ്രഖ്യാപിച്ച സൗദി അറേബ്യ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും അധ്യാപക പരിശീലനം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സഹായം. യമനിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് $3 കോടി സഹായം നൽകുമെന്ന പ്രഖ്യാപനവുമായി സൗദി അറേബ്യ. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും അധ്യാപക പരിശീലനം മെച്ചപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടാണ് സഹായം. യമൻ വിദ്യാഭ്യാസ മന്ത്രാലയം, യുനെസ്കോ, ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ എഡ്യൂക്കേഷൻ എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. സൗദി പ്രോഗ്രാം ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് യമൻ ആണ് ഇത് സംബന്ധിച്ച സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. $4 കോടി മൂല്യമുള്ള നൂതന വിദ്യാഭ്യാസ ധനസഹായ മാതൃകയാണ് കരാർ പ്രകാരം നടപ്പാക്കുന്നത്. ഇതിൽ $3 കോടി സൗദി പ്രോഗ്രാം നൽകുമ്പോൾ $1 കോടി ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ എഡ്യൂക്കേഷൻ വഹിക്കും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശ കൈമാറ്റം പൂർണ്ണമായും ഡിജിറ്റലാക്കി ഒമാൻ വാണിജ്യ മന്ത്രാലയം. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലാണ് സേവനം. നേരിട്ട് ഹാജരാകാതെ തന്നെ ഉടമസ്ഥാവകാശം കൈമാറാൻ സഹായിക്കുന്നതാണ് സേവനം. CR ഓണർഷിപ്പ് മാറ്റുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്തിരിക്കുകയാണ് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി ഇതിന് സാധിക്കുമെന്നും വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. നേരിട്ട് ഹാജരാകാതെ തന്നെ നിക്ഷേപകർക്ക് ഉടമസ്ഥാവകാശം കൈമാറാൻ സഹായിക്കുന്നതാണ് സേവനം അപ്ഗ്രേഡ് ചെയ്തതോടെയാണ് ബിസിനസ് ഉടമകൾക്ക് വാണിജ്യ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശം സുരക്ഷിതമായും കാര്യക്ഷമമായും കൈമാറാനുള്ള വഴി തുറന്നത്. ഇത് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനും സഹായിക്കുന്നു. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം സൈറ്റ് ലോഗിൻ ചെയ്ത് CR ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ നൽകുകയും ഫീസ് അടക്കുകയും ചെയ്യാം. മന്ത്രാലയത്തിലെ വെരിഫിക്കേഷൻ ഓഫീസർമാരാണ് അപേക്ഷ പരിശോധിച്ച് അംഗീകരിക്കുന്നത്. അന്തിമ ഫീസ് അടക്കുന്നതോടെ വാണിജ്യ രജിസ്ട്രേഷൻ പുതിയ ഉടമയുടെ പേരിൽ നൽകും. ഒരു സർക്കാർ സ്ഥാപനത്തെയും സന്ദർശിക്കാതെ തന്നെ ഉടമസ്ഥാവകാശം മാറ്റാൻ കഴിയുന്നതാണ് പ്രധാന ഗുണം. മീഡിയ 1, മസ്കത്ത്. ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന് വൻ പിഴ ചുമത്തി കുവൈറ്റിലെ ഇൻസ്പെക്ഷൻ ആൻഡ് ടാക്സ് ക്ലെയിംസ് വകുപ്പ്. 2021 മുതൽ 4 വർഷത്തെ നികുതി ഡിമാൻഡും പിഴയുമാണ് ചുമത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസംബർ 8-നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഷയത്തിൽ അപ്പീൽ നൽകുമെന്ന് ഇന്റർഗ്ലോബ് ഏവിയേഷൻ വ്യക്തമാക്കി. GCC രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗൾഫ് റെയിൽവേ പദ്ധതി കുവൈറ്റ് വേഗത്തിലാക്കുന്നു. ഇത് സംബന്ധിച്ച നടപടികൾ ത്വരിതപ്പെടുത്താൻ മന്ത്രിസഭ പൊതുമരാമത്ത് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തി. മയാൻ പാലസിൽ നടന്ന പ്രതിവാര യോഗത്തിൽ പ്രധാനമന്ത്രി ഷൈഖ് അഹമ്മദ് അബ്ദുള്ള അൽ അസബ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത മന്ത്രിസഭ ത്രൈമാസം തോറും പദ്ധതിയുടെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി മൊറോക്കോ. ക്വാർട്ടറിൽ എതിരില്ലാത്ത 1 ഗോളിന് സിറിയയാണ് മൊറോക്കോ കീഴടക്കിയത്. രണ്ടാം ക്വാർട്ടർ പോരാട്ടമായ പലസ്തീൻ സൗദി മത്സരം പുരോഗമിക്കുകയാണ്. ദോഹയിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നു. മൊറോക്കോ സെമി യോഗ്യത നേടിയിരിക്കുന്നു. ഇപ്പോൾ പലസ്തീൻ സൗദി മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? ഫലസ്തീൻ സൗദി മത്സരം ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കിക്ക് ഓഫിൻ്റെ വിസിൽ മുഴങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യ മത്സരത്തിൽ സെമി ഫൈനലിലേക്ക് മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ടീം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫിഫ അറബ് കപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മൊറോക്കോ 79-ാം മിനിറ്റിൽ വലീദ് അസാറു നേടിയ ഏക ഗോളിനാണ് സിറിയയെ കീഴ്പ്പെടുത്തിയത്. ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തി മുമ്പോട്ട് എത്തിയ സിറിയയെ ഏക ഗോളിനാണ് അവർ കീഴ്പ്പെടുത്തിയത്. ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ പകുതി ഗോൾ രഹിതമായിരുന്നു. സിറിയൻ ഗോൾ കീപ്പർ ഇല്യാസ് ഹദായ ചില മിന്നൽ സേവുകളൊക്കെ നടത്തി. അതുകൊണ്ടാണ് അവർക്ക് സിറിയയുടെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും ആദ്യ പകുതിയിൽ വീഴാതിരുന്നത്. കൃത്യമായിട്ടും ആഫ്രിക്കൻ ടീമായ മൊറോക്കോ കുറച്ചുകൂടി കളി മെനയുന്നതിലും അതുപോലെ കളിയെ സമീപിക്കുന്നതിലും കുറച്ചുകൂടി ആക്രമണോത്സുകത കാണിച്ചു. അവരുടെ മിഡ്ഫീൽഡർമാരായ ഉസാമ താനാനെയും അതുപോലെ മുഹമ്മദ് ഇർബദും ഒക്കെ കൃത്യമായി മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിച്ചു. സിറിയയുടെ ഗോൾ പോസ്റ്റിന് മുമ്പിൽ അവർ പല ഘട്ടത്തിലും അപകടം വിധിച്ചു എങ്കിൽ പോലും അവരുടെ ഗോൾ കീപ്പറാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ രക്ഷകനായത്. എന്നാൽ 79-ാം മിനിറ്റിൽ വലീദ് അസാറു അവരുടെ ഏക ഗോൾ കണ്ടെത്തുന്നു. അത് തിരിച്ചടിക്കാൻ സിറിയൻ ആക്രമണം കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും സുഫിയാൻ മുഫ്തിയെ പോലെയുള്ള അതുപോലെ മർവാൻ സാദനെ പോലെയുള്ള ഡിഫൻസ് പരിചയസമ്പന്നരായ മൊറോക്കോയുടെ ഡിഫൻസ് നിര പാറ പോലെ ഉറച്ചു നിന്നു. അവർ ഗോൾ വഴങ്ങിയില്ല. ഏതായാലും
മൊറോക്കോ ഫിഫ അറബ് കപ്പിലെ ആദ്യ സെമി ഫൈനലിസ്റ്റുകളായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. തിങ്കളാഴ്ച അൾജീരിയയും UAEയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടത്തിലെ വിജയികളെയാണ് മൊറോക്കോ നേരിടേണ്ടി വരിക. നിലവിൽ സൗദി അതുപോലെ ഫലസ്തീൻ്റെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി അബ്ബാസ്. ഫാർമസികളിൽ നിയമം ലംഘിച്ച് നിയന്ത്രിത മരുന്നുകൾ വിൽക്കുന്നവർക്ക് ശിക്ഷ കടുപ്പിച്ച് UAE. നിയമം ലംഘിച്ചാൽ 5 വർഷം തടവും 50,000 ദിർഹം പിഴയുമാണ് ശിക്ഷ. ഇത്തരം കേസിൽ പിടിക്കപ്പെടുന്നവരെ നാടുകടത്താനും പുതിയ നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ലൈസൻസ് ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കുറിച്ചു നൽകുന്ന ഡോക്ടർമാരും നടപടി നേരിടേണ്ടി വരും. നിയന്ത്രിത മരുന്നുകൾ അനധികൃതമായി ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും കൂട്ടുനിൽക്കുന്നത് മയക്കുമരുന്ന് കടത്തിന് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാക്കുന്ന വിധമാണ് UAE ഫെഡറൽ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഫാർമസികളിൽ നിയന്ത്രിത മരുന്നുകൾ വിൽക്കുന്നവരും ലൈസൻസ് ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കുറിച്ചു നൽകുന്ന ഡോക്ടർമാരും നടപടി നേരിടേണ്ടി വരും. 5 വർഷത്തിൽ കുറയാതെ ജയിൽ ശിക്ഷയും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയുമായിരിക്കും ശിക്ഷ. ലഹരിക്കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രവാസികളെ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്തണമെന്ന ചട്ടം നിയന്ത്രിത മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നവരുടെ കാര്യത്തിലും ബാധകമാക്കും. നിയന്ത്രിത മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇനി എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. നേരത്തെ ഈ ചുമതല ആരോഗ്യ മന്ത്രാലയത്തിനായിരുന്നു. മയക്കുമരുന്ന് കേസുകൾ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ അതോറിറ്റിയും കൈകാര്യം ചെയ്യും. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ സ്വകാര്യ മെഡിക്കൽ മേഖലയിലെ ഫുൾ ടൈം പാർട്ട് ടൈം പ്രാക്ടീസ് ലൈസൻസുകൾ നിയന്ത്രിക്കുന്നതിനായി പുതിയ മന്ത്രിതല തീരുമാനം പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി. ഡോക്ടർമാരുടെ പ്രൊഫഷണൽ അച്ചടക്കവും പൊതുമേഖല സ്വകാര്യ മേഖല പ്രാക്ടീസ് ക്രമീകരണവും ഉറപ്പാക്കാനാണ് ഈ നീക്കം. പുതിയ ചട്ടം പ്രകാരം കിംസ് അംഗീകൃത പ്രോഗ്രാമുകളിലോ ഫെലോഷിപ്പുകളിലോ പരിശീലനം നേടിയ ഡോക്ടർമാർ സ്വകാര്യ മേഖലയിൽ ലൈസൻസ് ലഭിക്കുന്നതിന് മുൻപ് പഠന കാലയളവിനൊത്ത സർക്കാർ സേവനകാലം നിർബന്ധമായും പൂർത്തിയാക്കണം. 15ഓളം രാജ്യങ്ങളിൽ നിന്നായി 500ഓളം താരങ്ങൾ അണിനിരക്കുന്ന മീഡിയ 1 സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ റിയാദിൽ തുടക്കമായി. റായിദ് പ്രോ കോർട്ടിൽ നടക്കുന്ന മത്സരങ്ങൾ രാത്രിയിൽ ഔദ്യോഗികമായി സൗദി ബാഡ്മിന്റൺ ടീം ഹെഡ് കോച്ച് അമ്മാർ അവാദ് ഉദ്ഘാടനം ചെയ്യും. നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, മത്സരങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുകയാണ്. എത്ര ടീമുകളാണ്? മത്സരത്തിന്റെ മറ്റു വിവരങ്ങൾ. സൗദിയിൽ ആദ്യമായി മീഡിയ 1 സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ 2ാം ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്നലെ പ്രാഥമിക ഘട്ട മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എങ്കിലും ഇന്നാണ് ഔദ്യോഗികമായി മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഏതാണ്ട് 34 കാറ്റഗറികളിലായിക്കൊണ്ട് ഏതാണ്ട് 500-ലേറെ കളിക്കാരാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരക്കാൻ പോകുന്നത്. 13 രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രൊവിഷനിലൂടെ സഞ്ചരിച്ച മീഡിയ 1ന്റെ സൂപ്പർ കപ്പിന് ശേഷമാണ് ഇപ്പോൾ സൂപ്പർ സ്മാഷ് എന്ന പേരിൽ മീഡിയ 1 ആദ്യമായി ഈ ബാഡ്മിന്റൺ മേഖലയിലേക്ക് കൂടി കടന്നെത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള വൈവിധ്യപൂർണ്ണമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം ഈ ബാഡ്മിന്റൺ രംഗത്തും നമുക്ക് ഇവിടെ പ്രകടമായി കാണാനാകും. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ബാഡ്മിന്റൺ രംഗങ്ങളിൽ അവിടെയുള്ള ക്ലബ്ബുകളിൽ മലയാളി സാന്നിധ്യം സജീവമാണ്. അവരുടെ കൂടി പ്രാതിനിധ്യം, ആ തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പ്രാതിനിധ്യം കൂടി ഈ മത്സരങ്ങളിൽ ഓരോന്നിലും ഉണ്ടാകും. നാളെ അർദ്ധരാത്രി വരെ മത്സരങ്ങൾ നീണ്ടു നിൽക്കും. ഇന്നിപ്പോൾ വൈകിട്ട് ആരംഭിച്ച മത്സരങ്ങൾ രാത്രി 12 വരെയാകും നീണ്ടു നിൽക്കുക. നാളെ രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കുകയും അത് രാത്രി വരെ തുടരെ വിവിധ കോർട്ടുകളിലായിക്കൊണ്ട് മത്സരം പൂർത്തിയാക്കുകയും ചെയ്യും. വിജയികളെ നിരവധി സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അല്പം കഴിഞ്ഞാണ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നത്. അതിൽ സൗദിയുടെ ബാഡ്മിന്റൺ ഫെഡറേഷൻ ഹെഡ് കോച്ച് അമ്മാർ അവാദാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. ഒപ്പം തന്നെ വിശിഷ്ടാതിഥികളും ഇതിൽ പരിപാടിയിലേക്ക് സംബന്ധിക്കാനായി എത്തുന്നുണ്ട്. ഏതായാലും 500-ലേറെ പ്രതിഭകൾ മാറ്റിവെക്കുന്ന 500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് റിയാദിലെ എക്സിറ്റ് 16-ലുള്ള റായിദ് പ്രോ കോർട്ടിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാണികൾക്കും ഇവിടെ മത്സരങ്ങൾ കാണുവാനുള്ള പരിമിതമായ സൗകര്യമുണ്ട്. ഒപ്പം തന്നെ മത്സരാർത്ഥികൾ വലിയ തോതിൽ ഇതിനെ തന്നെ ഈ രജിസ്ട്രേഷനോട് ഒപ്പം തന്നെ ഈ മത്സരങ്ങളുടെ ഭാഗമായുള്ള പരിപാടികളിലൊക്കെ നേരത്തെ എത്തുകയും അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും രാത്രി ഇന്നുള്ള മത്സരങ്ങൾക്ക് ശേഷം നാളെയാകും ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിപണിയിലേക്ക് ആവശ്യമായ പാലും മുട്ടയും മത്സ്യവിഭവങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് സൗദി അറേബ്യ. വിവിധ പച്ചക്കറി ഇനങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് രാജ്യം സ്വയം പര്യാപ്തത നേടി. സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടേതാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കണക്ക്. സൗദിയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്വയം പര്യാപ്തതാ നിരക്ക് ഗണ്യമായി ഉയർന്നതായാണ് കണക്ക്.
വിപണിയിലേക്ക് ആവശ്യമായ നിരവധി ഇനങ്ങൾ സൗദി അറേബ്യ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാൽ, മുട്ട, ചെമ്മീൻ എന്നിവയിൽ 100%-ലേറെ ഉൽപ്പാദനം സൗദിയിലുണ്ട്. ചെമ്മീൻ 149% സ്വയം പര്യാപ്തത നിരക്കോടെ മുന്നിലെത്തി. 131% രേഖപ്പെടുത്തി പാലുൽപ്പന്നങ്ങളാണ് തൊട്ടുപിന്നിൽ. മുട്ട ഉൽപാദനത്തിൽ 103% സ്വയം പര്യാപ്തത. സൗദിയിലേക്ക് വേണ്ട വഴുതന, വെണ്ട, വെള്ളരിക്ക എന്നിവയിലും 100%-ലേറെ ഉൽപാദനം സൗദിയിലുണ്ട്. തണ്ണിമത്തൻ, കുമ്പളം, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ 90%-ലേറെയാണ് ഉൽപാദനം. അത്തിപ്പഴത്തിലും 100%-നടുത്താണ് ഉൽപാദനം. കോവിഡിന് ശേഷമാണ് സൗദി അറേബ്യ ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വാരാന്ത്യത്തിൽ കുവൈത്തിൽ നേരിയതോ ഇടവിട്ടതോ ആയ മഴയ്ക്കും രാത്രിയിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ആക്ടിംഗ് ഡയറക്ടർ റദാർ അലി പറഞ്ഞു. വൈകുന്നേരവും പുലർച്ചെയും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. കാഴ്ച പരിമിതി കുറയാനിടയുണ്ടെന്നും മുന്നറിയിപ്പ്. AR റഹ്മാനൊപ്പം പാടിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരുന്നെന്ന് തെന്നിന്ത്യൻ ഗായിക സന മൊയ്തൂട്ടി. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയായിരുന്നു സന. ഖത്തറിലെ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ട്യൂൺസ് ഇൻ ഡ്യൂൺസ് എന്ന പരിപാടിക്ക് എത്തിയതായിരുന്നു അവർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സന മൊയ്തൂട്ടി, അതുപോലെ കൗശിക്കും ദോഹയിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര സെൻസേഷനാണ്. ഒരുപാട് സന്തോഷം. ഞാനിതിപ്പോൾ തൊട്ട് മുന്നേ എത്തിയേ ഉള്ളൂ. എന്താണ് പുതിയ പാട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പാട്ടിന്റെ വിശേഷങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ ഷോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. കുറച്ച് വർക്ക്സുകൾ ഇറങ്ങാനുണ്ട്. റിവീൽ ചെയ്യാനായിട്ടില്ല, വർക്കിങ്ങിലാണ്. സനയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വെർസറ്റൈലായിട്ട് പാടുന്ന, ഏകദേശം 10 ഭാഷകളിൽ പാടുന്ന താരം അല്ലേ? I try. 6 ലാംഗ്വേജസിലുണ്ട്. ഹിന്ദി, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, മറാഠി ആൻഡ് ഇഫ് ആഡ്സ് ആൻ ബംഗാളി, പഞ്ചാബി അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻലി ഇറ്റ്സ് ഹിന്ദി, തമിഴ് ആൻഡ് മലയാളം. അതാണ് മെയിൻ. കയ്യൊപ്പാണ് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവും. അതെ, ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ചെറിഷ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് മൈ ലൈഫ്. ആക്ച്വലി ഇതിൻ്റെ ഒരു കവർ I happened to send to him. അപ്പോൾ സർ എൻ്റെ ലക്കായിരുന്നു. സർ saw it and he liked it. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ടാണ് I got a call from the studio. പിന്നെ I went ahead and I recorded the song. ഏതൊരു പാട്ടുകാരിയെ അല്ലെങ്കിൽ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടാന്നുള്ളത് അതൊരു ഫീലിംഗ്. അത് it's an unmatchable ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. and I'm always grateful for the opportunity. പുതിയ പ്ലേബാക്ക് ആയിട്ടുണ്ട്. ബട്ട് ഐ ഓൾസോ ഹാവ് മൈ ഇൻഡിപെൻഡന്റ് ജേർണി. ഇൻഫാക്ട് നാളത്തെ ഷോയിൽ ഐ ഗോയിങ് ടു പ്ലേ വൺ ഓഫ് മൈ അൺറിലീസ് ട്രാക്സ്. സോ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ബിക്കോസ് അത് ജാനിലാണ് റിലീസ് ആവുന്നത്. പക്ഷെ നാളെ ഫസ്റ്റ് ഒരു റിവീൽ പോലെ ഐ എം ഡൂയിങ് ഇറ്റ് ഇൻ ദിസ് ഷോ. സോ ദാറ്റ് ഇസ് സംതിങ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട്. ലൈക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു പാട്ട് പാടാം. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേരി നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. കൗശികിനെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അയ്യോ, ഇത് പിടിച്ചാൽ കുറച്ചുകൂടി ധൈര്യം വരും. ധൈര്യത്തിന്റെ അല്ല, ഇപ്പൊ പാട്ടുകാരനാന്ന് പറഞ്ഞില്ല, പെട്ടെന്നൊരു പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. അതെ 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 അതെ. മധുവർണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേഴിലെ രംഗി മാറിയുന്നോളെ ലംഗി മാറിയുന്നോളെ ലംഗി മാറിയുന്നോളെ ലംഗി മാറിയുന്നോളെ ലംഗി മാറിയുന്നോളെ. ദുബായ് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിൽ നേട്ടം കൊയ്ത് സൗദി അറേബ്യ. ഉദ്ഘാടന ദിനത്തിൽ തന്നെ നേടിയത് 8 മെഡലുകളാണ്. നീന്തൽ, ഭാരോദ്വഹനം എന്നീ ഇനങ്ങളിലാണ് നേട്ടം. ഇന്നലെയായിരുന്നു 5ാമത് ദുബായ് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന് ദുബായിൽ തുടക്കമായത്.
ആദ്യ ദിവസം തന്നെ നേട്ടം കൊയ്തിരിക്കുകയാണ് സൗദി. ഒരു സ്വർണം, 5 വെള്ളി, 2 വെങ്കലം എന്നിങ്ങനെ 8 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. നീന്തൽ, ഭാരോദ്വഹനം എന്നീ ഇനങ്ങളിലാണ് നേട്ടം. ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമായിരുന്നു ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന്റെ ഉദ്ഘാടകൻ. 35 രാജ്യങ്ങളിൽ നിന്നായി 1300-ലധികം കായിക താരങ്ങൾ ഗെയിംസിന്റെ ഭാഗമാകും. 2ാം തവണയാണ് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന് ദുബായ് വേദിയൊരുക്കുന്നത്. വിശാൽ ചെറുപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെത്തിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ ICGS സർതക് നിരവധി പേർ സന്ദർശിച്ചു. 4 ദിവസത്തെ സൗഹാർദ്ദ സന്ദർശനത്തിനായാണ് ചൊവ്വാഴ്ച കപ്പൽ ഷുവൈക്ക് തുറമുഖത്തെത്തിയത്. ഇന്ത്യ കുവൈറ്റ് സൗഹൃദവും ദ്വൈപാക്ഷിക ബന്ധങ്ങളും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢവും ഉറച്ചതുമാണെന്ന് ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ചടങ്ങിൽ കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത തൃപ്തി പറഞ്ഞു. ദുബൈയിൽ CPR ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ദുബൈ KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി, മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുരേഷ് നായർ ക്ലാസ് എടുത്തു. KMCC ജില്ലാ പ്രസിഡന്റ് സമദ് അധ്യക്ഷത വഹിച്ചു. EMNF പ്രസിഡന്റ് സിയാദ് K ജമാലുദ്ദീൻ സംസാരിച്ചു. മദീനയിലെ വാദി അഖീഖ് പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മദീന ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് പ്രവാചക ചരിത്രത്തിൽ വിശദീകരിക്കപ്പെട്ട ഈ പ്രദേശം അതിമനോഹരമായ ഒരു തോട്ടമാക്കി മാറ്റുന്നത്. കൂടുതൽ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഇവിടെ വെച്ചുപിടിപ്പിച്ചു. മഴയ്ക്ക് പിന്നാലെ ഈ പ്രദേശം മനോഹരമാവുന്നു. മദീന സർവകലാശാലയ്ക്ക് മുന്നിലൂടെ പോകുന്ന നദിയാണ് വാദി അഖീഖ്. 100 കിലോമീറ്ററാണ് നീളം. ഇതിപ്പോൾ തോട്ടമാവുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഴകളിൽ ഒന്നായിരുന്നു. പ്രധാന ഭാഗം മദീന ഹറമിന്റെ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രവാചക ചരിത്രത്തിൽ വാദി മുബാറക്ക് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ അടുക്കൽ മലക്ക് വന്നിട്ട് ഈ വാദി അൽ അഖീഖിലേക്ക് പോവുകയും അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള വാദി അൽ അഖീഖ് എന്ന് പറയുന്ന ഈ ഒരു നദി ഈ ജാമിഅ അൽ ഇസ്ലാമി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് അരികിലൂടെയാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രക്കും അനുഗ്രഹീതമായ ഒരു മുബാറക്കായിട്ടുള്ള ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ജാമിഅ അൽ ഇസ്ലാമിയുടെ ക്യാമ്പസ് എന്നുള്ളത് പലരെയും ഇവിടേക്ക് പഠിക്കാൻ വരുന്നതിന് ഒരു പ്രേരകമാവാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാൻ ഒരിക്കൽ പ്രവാചകന്റെ നിർദ്ദേശം ലഭിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നു. പ്രവാചക പത്നിയായ ആയിഷയോട് ഇതേക്കുറിച്ച് പ്രവാചകൻ വർണ്ണിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ മികച്ച ശാന്തസുന്ദര നഗരമാവുന്നുണ്ട് മദീന. അതിന്റെ കൂടി ഭാഗമാണിത്. പ്രവാചകന്റെ ഇഷ്ട ഇടമായിരുന്നു താഴ്വാരം. സന്ദർശകരുടെയും ഇഷ്ടപ്പെട്ട ഇടമായി മാറുകയാണ്. മദീനയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1. ദുബൈയിൽ ഇന്നു മുതൽ ഊബർ വഴി ഡ്രൈവറില്ലാ റോബോ ടാക്സികൾ ബുക്ക് ചെയ്യാം. അടുത്ത വർഷം ആദ്യം വരെ പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും സർവീസ്. പൂർണ്ണ സർവീസ് ആരംഭിക്കുന്നതുവരെ വാഹനത്തിൽ സുരക്ഷയ്ക്കായി ഡ്രൈവർ ഉണ്ടായിരിക്കും. വീറൈഡ് ഓൺലൈൻ ടാക്സി സേവന ദാതാക്കളായ ഊബർ ടെക്നോളജീസ് എന്നിവരുമായി കൈകോർത്താണ് ഡ്രൈവറില്ലാ ടാക്സികളുടെ സേവനം ദുബൈയിൽ നടപ്പാക്കുന്നത്. ദുബൈ നഗരത്തിന് സമീപത്തെ ബീച്ചുകൾക്കടുത്ത സ്ഥലങ്ങളായ ഉമ്മുസുക്കയും ജുമൈറ ഭാഗങ്ങളിലാണ് റോബോ ടാക്സികൾ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക.
ഊബർ ആപ്പിൽ ഓട്ടോണമസ് സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സർവീസ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2026 പൂർണ്ണമായും ഡ്രൈവറില്ലാത്ത രീതിയിലേക്ക് ഈ സർവീസ് മാറുമെന്ന് RTA അറിയിച്ചു. 2030 എമിറേറ്റിലെ പൊതുഗതാഗത രംഗത്ത് 25% ഡ്രൈവറില്ലാ വാഹനങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ദുബൈയുടെ ലക്ഷ്യം. മീഡിയ 1 ദുബായ്. മലപ്പുറം താനൂർ സ്വദേശി റിയാദിൽ മരിച്ചു. റിയാദ് അൽ നസീമിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പുൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അലിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. റിയാദ് മലപ്പുറം ജില്ലാ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൃതദേഹം റിയാദിൽ കബറടക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാവുകയും. ദുബൈയിലുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാൻ പോലീസിന്റെ മൊബൈൽ ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തി. ദുബായ് പോലീസിന്റെ മൊബൈൽ ആപ്പിലെ സർവീസ് വിഭാഗത്തിൽ എൻക്വയറീസ് ആൻഡ് ഫോളോ ആപ്പ് എന്ന സെക്ഷനിലാണ് യാത്രാ വിലക്കുണ്ടോ എന്നറിയാൻ സാധിക്കുക. സർക്കുലാർസ് ആൻഡ് ട്രാവൽ ബാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയാൽ ഏതെങ്കിലും കേസിൽ യാത്രാ വിലക്കുണ്ടെങ്കിൽ യാത്രയ്ക്ക് മുൻപേ തന്നെ അത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിന്റർ സീസൺ ആരംഭിക്കുന്ന ഒമാനിൽ ഇനി ടെന്റുകളുടെ സമയമാണ്. മരുഭൂമികളിൽ ഉൾപ്പെടെ ടെന്റുകളിൽ രാത്രി ചെലവഴിക്കാൻ പ്രവാസികളും സ്വദേശികളും തയ്യാറെടുത്തു തുടങ്ങി. എന്നാൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ഇങ്ങനെ ക്യാമ്പിംഗിന് ഇറങ്ങുന്നവർക്ക് മുനിസിപ്പാലിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് പിഴയും ലഭിക്കും. മസ്കത്ത് ഗവർണറേറ്റ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത്. ആരോഗ്യം, പരിസ്ഥിതി, സുരക്ഷ, നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ആവശ്യമായ പെർമിറ്റ് നേടിയ ശേഷം മാത്രമേ നിയുക്ത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യാനാവൂ. ഓരോ ക്യാമ്പ് സൈറ്റിനും 5 മീറ്റർ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചിൽ നിന്ന് 10 മീറ്റർ അകലവും വേണം. ക്യാമ്പിംഗ് സൈറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സൈറ്റുകളിൽ നിന്നും സുരക്ഷാ നിരോധിത സൈറ്റുകളിൽ നിന്നും അകലെയായിരിക്കണം. ലഭിച്ച ലൈസൻസ് നമ്പർ ടെന്റിന്റെ മുൻവശത്ത് പ്രദർശിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ലൈസൻസി അല്ലാത്ത മറ്റൊരാൾക്ക് ലൈസൻസ് കൈമാറാൻ പാടില്ല. സൈറ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഒരു തരത്തിലുള്ള നിരപ്പാക്കൽ അനുവദിക്കില്ലെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി പറയുന്നുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കുന്നതോ കുഴിച്ചിടുകയോ ചെയ്യരുത്. സൗണ്ട് പ്രൂഫ് ജനറേറ്ററുകൾ മാത്രമേ അനുവദിക്കൂ. ശബ്ദമുള്ള ജനറേറ്ററുകൾ അനുവദനീയമല്ല തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങളായി മുനിസിപ്പാലിറ്റി പറയുന്നത്. മീഡിയ 1 മസ്കത്ത്. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന കിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി പോരാട്ടങ്ങൾ ആരംഭിച്ചു. മാപ്സ് കോഴിക്കോടും QRI FC തൃശൂരുമാണ് ആദ്യ സെമിയിൽ ഏറ്റുമുട്ടുന്നത്. മത്സരം നടക്കുന്ന ദോഹ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നു. അബ്ബാസ്, സെമി പോരാട്ടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു? കിഫ് ടൂർണമെന്റിന്റെ ആദ്യത്തെ സെമി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഹാഫ് ടൈം പിന്നിട്ടു. ഈ പിന്നിട്ട് വേണ്ടി നമ്മുടെ ആഘോഷാരവങ്ങളോടുകൂടെ തന്നെയാണ് ദോഹ ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റിനെ വരവേൽക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്ന സമയത്ത് തൃശ്ശൂർ 1 ഗോളിന് മുമ്പിലാണ് കോഴിക്കോടിനെതിരെ. മാപ്സ് കോഴിക്കോടിനെതിരെ QRI തൃശ്ശൂർ. ഇവിടെ ഇതിന്റെ സംഘാടകരുണ്ട്, അതുപോലെ ഇതിന്റെ കാണികളുണ്ട്. നമുക്ക് ഇതിന്റെ ആരവങ്ങളൊക്കെ എങ്ങനെയുണ്ട്, മൊത്തത്തിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കളി നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന് പറഞ്ഞാൽ അതിന് ആവേശത്തിന് ആ ടോപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ കാണികൾ ഇന്ന് വളരെയധികം കൂടുതലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കിടില മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ കുറെ കൂടി ഭയങ്കര തീർച്ചയായിട്ടും വളരെ ആവേശോജ്വലമാണ്. സെമി ഫൈനൽ ആദ്യ പകുതിയുടെ അവസാനമാകുമ്പോഴേക്കും 1-0 തൃശ്ശൂർ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ പോരാട്ടം ഇഞ്ചോടിഞ്ച് തന്നെയായിരുന്നു ഇതുവരെ കണ്ടത്. QRI തൃശ്ശൂരിന്റെ ആരാധകരാണ് ഇവിടെ ഉള്ളത്, കാണാവുന്ന പോലെ അല്ലേ? ഹലോ, എങ്ങനെ? വളരെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. നല്ലൊരു ആവേശത്തിലുണ്ട്. ആര് ജയിക്കും? QRI എടുക്കും. തൃശ്ശൂർ QRI. ഏരിയ മൊത്തം QRIന്റെ ആളുകളാട്ടോ, അപ്പൊ അതുകൊണ്ടാണ് QRI. എങ്ങനെയുണ്ട്? രണ്ടുകൂട്ടരും നല്ല കളി തന്നെയാണ്. എങ്ങനെയാ കളി? ആരാ ജയിക്കാം? അപ്പൊ ഇവിടെ എല്ലാവരും QRI ജയിക്കുന്നതാണ് പറയാം. കാരണം QRIയുടെ ഒരു ആരാധകരുടെ ഒരു ആർപ്പ് വിളി, അതിന്റെ ഒരു ആരവം, അതിന്റെ ആഘോഷം, ബാൻഡ് മേളം, ചെണ്ട, കൊടി, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കേട്ടാ? 3-0 തൃശ്ശൂർ 3-0 ജയിക്കുന്നതാണ്. നിലവിൽ 1 ഗോളിന് തൃശ്ശൂർ മുമ്പിലാണ് QRI. തൃശ്ശൂർ 3 ഗോളിനെങ്കിലും ജയിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ആഘോഷാരവങ്ങളോടുകൂടെ ഈ ദോഹ സ്റ്റേഡിയത്തിൽ രണ്ടാം പകുതി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കോഴിക്കോട് ഒരു ഭാഗത്ത്, അതുപോലെ തൃശ്ശൂർ മറ്റൊരു ഭാഗത്ത് എല്ലാവിധ ആരവങ്ങളോടുകൂടെയും ആഘോഷങ്ങളോടുകൂടെയും കിഫിലെ ഈ ഫുട്ബോളിലെ സെമി ഫൈനൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി അടുത്ത അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിലേക്ക് ഇനി ആരാണ് പ്രവേശിക്കുന്നതെന്ന് അറിയാൻ ഇനി
മാത്രമേ ഉള്ളൂ അല്ലേ? ആരാണ് കോഴിക്കോട് ഫുൾ സപ്പർ കോഴിക്കോട്, തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിനും കോഴിക്കോടിനും ഒക്കെ വാതുവെക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഏതായാലും ധന്യ അതിഗംഭീരമായ ആഘോഷ പരിപാടികളോടുകൂടെ ആരവങ്ങളോടുകൂടെ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്നു. ഖത്തറിന്റെ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു ചരിത്രം നമുക്കറിയാം. നിലവിൽ ഇവിടെ ഫിഫ അറബ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഫിഫ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റാണ്. ഈ ആരവങ്ങൾ ഇവിടെ ഫുട്ബോളിന്റെ ആരവങ്ങൾ നിലക്കുന്നില്ല. ധന്യ.